ക്രിമിനൽ കൂട്ടമാണോ? ഒരു ക്രിമിനൽ ആയിരുന്നല്ലോ അധ്യക്ഷ സ്ഥാനത്ത് എന്നുള്ളത് അയാളെ പാർട്ടി തന്നെ പുറത്താക്കി മാറ്റി നിർത്തിക്കൊണ്ട് പ്രൂവ് ചെയ്ത സാഹചര്യത്തിൽ അയാളുടെ കൂടെയുള്ള അണികളുടെ ഒരു നിലവാരം എന്താകും എന്നത് നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരമാണ് എന്തായാലും ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. കാരണങ്ങൾ പലതും നിരത്തുമെങ്കിലും അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പല കാര്യങ്ങൾ വാദങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കും എങ്കിലും ഇവിടെയുള്ള ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന നിലവിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ MLA ആയി തുടരുന്ന വ്യക്തിക്കെതിരെ വന്ന വെളിപ്പെടുത്തലുകളാണ്. ആ വെളിപ്പെടുത്തലുകൾ സംപ്രേഷണം ചെയ്യുക എന്നത് മാധ്യമങ്ങൾ എല്ലാവരും ചെയ്ത ജോലിയാണ്. എന്നാൽ റിപ്പോർട്ടർ എന്ന ചാനൽ സംപ്രേഷണം ചെയ്ത വാർത്ത അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്ത ശബ്ദരേഖ അയാളുടെ പുറത്താകലിലേക്ക് നയിച്ചു. അതുകൊണ്ട് റിപ്പോർട്ടർ എന്ന മാധ്യമ സ്ഥാപനം എന്തോ അജണ്ട വെച്ച് പെരുമാറി എന്ന രീതിയിൽ ഇവിടേക്ക് മാത്രം പിൻപോയിന്റ് ചെയ്യാണ്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു സാറേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടറാണ് ഇവരെല്ലാവരും കാണുന്നത്. കോൺഗ്രസ്സുകാർ മുഴുവൻ കാണുന്നത് റിപ്പോർട്ടറാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ചാനലും റിപ്പോർട്ടറാണ്. അതുകൊണ്ടാണല്ലോ റിപ്പോർട്ടറിൽ വരുന്ന ഒരു വാർത്ത ഇത്രത്തോളം അവർ ഭയക്കുകയും മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലേക്കും ഇല്ലാത്ത ആക്രമണം റിപ്പോർട്ടറിന്റെ തൃശൂർ ബ്യൂറോയിലേക്ക് നടത്തുകയും ചെയ്തത്. അതിൽ യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് നമ്മളെ അംഗീകരിക്കുകയാണ്. റിപ്പോർട്ടറിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കരിയറിന് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു വന്ന കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ജനമറിയും, ജനം വിശ്വസിക്കും. അതുകൊണ്ടാണല്ലോ ഇത്രയും ആധി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ വാർത്ത വരുമ്പോൾ ഇതേ രീതിയിൽ ഇവർ പെരുമാറണമല്ലോ. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ വാർത്തകളുടെ വിശ്വാസ്യത തന്നെയാണ്. അത് ഇന്നത്തെ ആക്രമണത്തിലൂടെ അവർ അരക്കിട്ട് ഉറപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. താങ്ക്സ് ടു യൂത്ത് കോൺഗ്രസ്. അപ്പോൾ അവർ കാണിച്ച ആക്ടിവിറ്റി ക്രിമിനൽ ആക്ടിവിറ്റി ആയതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ആ ആക്രമണം നടത്തിയ ആളുകളിൽ 1-2 പ്രതികൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. അതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ആ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫിയുടെയും ഒക്കെ കൂടെ ഇരിക്കുന്ന ചിത്രങ്ങളൊക്കെ കണ്ടു. അവരുടെ ആളാണെന്ന് പറയുന്നു. അതൊക്കെ പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമാണ്. എന്തായാലും ഇത്രയും താല്പര്യം കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് തന്നെ തങ്ങളുടെ കൂടെ ഇരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ നിന്ന് മാറ്റിയിരുത്തുമോ എന്നുള്ളത് നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ നമുക്ക് കാണാം. കാരണം ഇവിടെ പറഞ്ഞതുപോലെ VD സതീശൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ട് എനിക്കതിനെ തോന്നാത്തതിന്റെ ഒരു കാരണം സസ്പെൻഷന്റെ കാലാവധി ഡിക്ലെയർ ചെയ്തിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് തിരിച്ചു വരാം. ആ തിരിച്ചു വരാനുള്ള വഴിയൊരുക്കാനായി പാലക്കാട്ട് ഒരു സംഘാടക സമിതിയൊക്കെ രൂപീകരിക്കാനായിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരുമ്പോൾ ഒരു കാലാവധി പറഞ്ഞിട്ടില്ലാത്ത ഒരു സസ്പെൻഷൻ മുൻനിർത്തിക്കൊണ്ട് ധീരമായ വൻ നടപടിയെടുത്തു എന്നൊന്നും ഞാൻ എന്തായാലും കരുതുന്നില്ല. ഇപ്പോഴും അയാൾ ശക്തനല്ല എങ്കിൽ അയാൾക്ക് വേണ്ടി ഈ വെട്ടുക്കിളിക്കൂട്ടം ഇങ്ങനെ ഇറങ്ങി ആർത്തിരമ്പി നടക്കേണ്ട കാര്യമില്ലല്ലോ. കാണുന്നതെല്ലാം കൊത്തിപ്പറിക്കുകയാണ്. വിളവേതാണ് പതിരേതാണ് എന്നറിയാതെ എല്ലായിടത്തും പോയി കൊത്തിപ്പറിക്കുന്ന ഒരു വെട്ടുക്കിളി കൂട്ടത്തെ തുറന്നു വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സത്യം എന്താണ്, കള്ളം എന്താണ് എന്നൊന്നും അറിയണ്ട. കാണുന്നതെല്ലാം കൊത്തിപ്പെറുക്കിക്കൊണ്ട് അവിടെയും ഇവിടെയുമായി ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു ഛർദിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇവിടെ വിദ്വേഷ പ്രചാരണമാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരായുധം. അത് അവർ കാലാകാലങ്ങളായി ചെയ്തു വരുന്നതാണ്. ഇവിടെ അതിന് കൃത്യമായി ഒരു സംഘടിത സ്വഭാവം കൈവന്നിരിക്കുന്നു. അത് കോൺഗ്രസിലെ മുഴുവൻ ആളുകളും ഏറ്റെടുക്കുന്നില്ലെന്നേ നമ്മൾ കൃത്യമായി നോക്കിയാൽ മനസ്സിലാക്കാം. കോൺഗ്രസിലെ മുഴുവൻ ആളുകൾ ഏറ്റെടുക്കുന്നില്ല. കൃത്യമായി ഇവർക്കൊപ്പം നിൽക്കുന്ന ആളുകൾ ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുമ്പോഴും ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും ഒരേപോലെ നിൽക്കുന്ന കുറെ പോയി മുഖങ്ങളെ തുറന്നു കാട്ടുന്നതിന് ഈ അവസരം എന്തായാലും ഉപയോഗപ്പെടുത്താൻ മലയാളികൾക്ക് കഴിയും എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട്. നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റിയാണ്, തിന്മയാണ്. അതിൽ കുറച്ച് ഓണമൊക്കെ അല്ലേ, കുറച്ച് നന്മയെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്തെ നന്മയായിട്ട് ഞാൻ കാണുന്നത് എന്തായാലും ഈ കൂട്ടരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നത് നല്ല നിലാവ് പോലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ആ നിലാവിൽ നല്ല രീതിയിൽ കാണാം. അപ്പോൾ അതിനിടയിൽ ഓലിയിടുന്ന ചില കുറുക്കന്മാരെയും കാണാം. അപ്പോൾ ആ കുറുക്കന്മാർ ആരാണ് എന്നുള്ളത് മലയാളികൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവരിങ്ങനെ ഓലിയിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർ വിചാരിക്കുന്നത് സംഗീതമാണ് അവരുടെ ശബ്ദമെന്നാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ കുറുക്കൻ്റെ ഓലിയിടലാണ്. അപ്പോൾ അത് അവർ തുടരട്ടെ. ഇനിയിപ്പോൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വാർത്താ ചാനൽ പുറത്തുവിട്ട വാർത്ത, ആ വാർത്ത നിങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല, പാർട്ടി വിശ്വാസത്തിലെടുക്കുന്നില്ല എങ്കിൽ എന്തിനാണ് നടപടിയെടുത്തത്? പാവം രാഹുൽ മാങ്കൂട്ടത്തിൽ അയാൾക്ക് പാലക്കാട്ട് വന്ന് MLA ആയി ഇനിയുള്ള 7 മാസം പ്രവർത്തിക്കാനുള്ള അവസരം എന്തിനാണ് നഷ്ടപ്പെടുത്തിയത്? ഞാൻ നേരത്തെയും ചോദിക്കുന്നതാണ്. നിങ്ങൾ കാരണം പറയാതെ പാർട്ടിയുടെ തലത്തിൽ അന്വേഷണം നടത്താതെ എന്തിനാണ് അയാളെ പുറത്താക്കിയത് എന്ന് പൊതുസമൂഹത്തോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് പാർട്ടിയിലുള്ളവരെ പോലും ബോധ്യപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അയാളെ മാറ്റി നിർത്തുന്നു, എന്നിട്ട് അടിയിൽ കൂടി അയാൾക്ക് വേണ്ടിയുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനായി കുറെ സിൽബന്ദികളെ ഇറക്കി വിടുന്നു. ആ ആളുകളാണെന്നേ ചെന്ന് ആക്രമിക്കുകയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യുകയും വാഹനങ്ങൾ തടയുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇത് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് വടകര MP വന്ന് ഇന്ന് വലിയ പ്രസ്താവനകളൊക്കെ നടത്തുന്നത് കണ്ടു. വടകര MP ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ പാലക്കാട്ടേക്ക് അദ്ദേഹത്തിന് പോകേണ്ട കല്യാണത്തിന്റെ ആവശ്യത്തിൽ അദ്ദേഹം ഉറപ്പായിട്ട് കല്യാണത്തിനൊക്കെ പോകണം കേട്ടോ. ആ കല്യാണത്തിനൊക്കെ പൊക്കോട്ടെ, അവിടെ C ചന്ദ്രനെ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്തോട്ടെ. പക്ഷേ അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്ന് ഇറക്കിയത് ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പാലക്കാട് മണ്ഡലത്തിൽ ഞാൻ തന്നെയാണ് ഇവൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബൈറ്റൊക്കെ എന്തായാലും നമ്മുടെ ആർക്കൈവിലൊക്കെ ഉണ്ടാകും. ഞാൻ തന്നെയാണ് ഇവൻ, എന്നെപ്പോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കണം, എന്നെപ്പോലെ തന്നെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് പാലക്കാട്ടുകാർക്ക് സംഭാവന ചെയ്തത് ആരാണ്
എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അത് പാലക്കാട്ടുകാർക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. അപ്പോൾ അവിടേക്ക് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ അടൂരിലെ വീട്ടിൽ നിന്ന് പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും പാലക്കാട്ടെ പരിപാടികളിലൊക്കെ സജീവമാക്കി ഇനിയുള്ള 7 മാസം MLA ആക്കാൻ വേണ്ടി MLA ആയി തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളാണ് ഈ ആക്രമണങ്ങളുടെയൊക്കെ മറവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിതിൽ ഒറ്റ കാര്യമേ പറയാനായിട്ടുള്ളൂ. എല്ലായിടത്തും വാർത്തയായ ഒരു കാര്യത്തിൽ ഒരു ചാനലിനെ മാത്രം നിങ്ങൾ കൃത്യമായി കേന്ദ്രീകരിക്കുകയും ആക്രമിക്കുകയും അതിനുവേണ്ടിയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് തുടർച്ചയായി പോവുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് എക്സ്പോസ്ഡ് ആകുന്നത്. നിങ്ങളൊരു ക്രിമിനൽ കൂട്ടമാണ് എന്നത് കൂടുതൽ ബോധ്യപ്പെടുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി, അദ്ദേഹം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ കള്ളവോട്ട് സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ വോട്ട് ചോരി സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു എക്സ്പോസ് നടത്തി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് നിൽക്കുമ്പോഴാണ് ആ ഇമേജിനെ പൂർണ്ണമായി നള്ളിഫൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒന്നുമല്ല. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര അത് തുടരുകയാണ്. 1-ാം തീയതി വലിയ സമ്മേളനമായി അവസാനിക്കേണ്ട യാത്രയാണ്. അപ്പോൾ സെപ്റ്റംബർ 1 ഇനി 2-3 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ വലിയ സമ്മേളനം പാറ്റ്നയിൽ നടക്കാൻ പോകുമ്പോൾ അതിലേക്കല്ലെന്നേ ഫോക്കസ്. ഇവിടെ ഫോക്കസ് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി വെച്ച ആ ക്രിമിനൽ ആക്ടിവിറ്റിയുടെ തുടർച്ചയിലേക്കാണ്. അപ്പോൾ അവിടേക്ക് ആ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തത് രാഹുൽ ഗാന്ധി ഇനിയെങ്കിലും തിരിച്ചറിയണം. ഒരു പരസ്യ പ്രതികരണം രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ നിന്ന് വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക ഗാന്ധി എന്ന MP നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വെറും വാചാടോപം മാത്രമാണോ എന്ന് കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ചും സ്ത്രീകൾ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിനൊപ്പമാണോ യൂത്ത് കോൺഗ്രസിൽ ഇപ്പോൾ ചെയ്ത ഈ 5 പേരെയും തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറാകണം. ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ലോ. ഇപ്പോഴും ഓഫീസ് ബെയറേഴ്സ് ആയിട്ട് തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ലേ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്തായിട്ടുള്ളൂ. ബാക്കി വൈസ് പ്രസിഡന്റ്സ് അടക്കം അബിൻ വർക്കി അടക്കമുള്ള എല്ലാവരും ഉണ്ടല്ലോ. ഈ ക്രിമിനലുകൾക്ക് കൂടെ ഞങ്ങളില്ല. ഇപ്പോൾ ഈ ഓഫീസ് ആക്രമണം നടത്തിയ ഏറ്റവും കൂടുതൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളാണല്ലോ. എന്നിട്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം നടത്തേണ്ട ഒരു സ്ഥാപനത്തിന്റെ ഒരു ഓഫീസിൽ കൊണ്ടുപോയി കരിയോയിൽ ഒഴിക്കുന്നതാണോ നിങ്ങളുടെ വലിയ മര്യാദ എന്ന് പറയുന്നത്? എന്ത് മര്യാദയാണുള്ളത്? നിങ്ങൾ ഭരണഘടനയെക്കുറിച്ച് പറയുമല്ലോ, അതിനകത്ത് തന്നെയാണല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഇരിക്കുന്നത്. അപ്പോൾ ആ ആർട്ടിക്കിൾ നിങ്ങൾ കണ്ടില്ലേ? അതോ ആ പേജ് അങ്ങ് മറിച്ചു വിടുകയാണോ ചെയ്തത്? നിങ്ങൾക്ക് സെലക്റ്റീവായിട്ടുള്ള ഒരു ഭരണഘടന റീഡിംഗ് ആണോ ഉള്ളത് എന്നതാണ് രാഹുൽ ഗാന്ധിയോടുള്ള എൻ്റെ ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി വെച്ചതിൻ്റെ ആ ഒരു പാപഭാരം പേറേണ്ടി വരുന്നത് നല്ല രീതിയിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ആയിരിക്കും. ഇവിടെ മൗനം പാലിക്കുന്നവരും അതൊരു കുറ്റകരമായ അനാസ്ഥ തന്നെയാണ്. അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. നിങ്ങൾ ഒന്നുകിൽ തെറ്റിന് കൂട്ടു നിൽക്കുക, അല്ലെങ്കിൽ തെറ്റിനെ തെറ്റെന്ന് പറഞ്ഞ് എതിർക്കുക. തെറ്റ് കണ്ടുകൊണ്ട് നിങ്ങൾ മൗനം പാലിക്കുമ്പോൾ നിങ്ങളും ആ തെറ്റിന് കൂട്ടു നിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. ക്രിമിനൽ കൂട്ടത്തിന് കീഴടങ്ങിയിരിക്കുന്നു കോൺഗ്രസ് എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ എൻ്റെ ബോധ്യം. അത് തെറ്റാണെന്ന് തെളിയണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും നല്ല മനസ്സുള്ള കുറേ ആൾക്കാരുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അവർ ഈ വിഷയത്തിൽ ഈ കുറ്റക്കാരെ തള്ളിപ്പറയാൻ തയ്യാറാകണം. Meet the editors.